പിന്നെ നമ്മൾ നേരെ പോയത് പുക്കറ്റിലേക്കാണ്. പുക്കറ്റിൽ നമ്മൾ സ്റ്റേ ചെയ്യുന്നത് പുക്കറ്റിൻ്റെ സെൻട്രൽ തന്നെയാണ്, അഥവാ വാക്കിംഗ് സ്ട്രീറ്റും ബീച്ചിൻ്റെയൊക്കെ തൊട്ടടുത്താണ് നമ്മളെ ഹോട്ടൽ വരുന്നത്. പുക്കറ്റിൽ നമ്മൾ നിന്ന ഹോട്ടലിൻ്റെ പേര് കോക്കോട്ടൽ എന്നാണ്. നമ്മളെടുത്ത ഹോട്ടൽസ് എല്ലാം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഹോട്ടലുകളാണ്, അഥവാ 1000-2000 ഇടയിലാണ് നമ്മളെടുത്ത എല്ലാ ഹോട്ടലുകളും. പിന്നെ നമ്മൾ നേരെ ഫുഡ് കഴിച്ചിട്ട് പട്ടം ബീച്ചിലേക്കാണ് പോയത്, അഥവാ അവിടുത്തെ മെയിൻ അട്രാക്ഷനായിട്ടുള്ള വാക്കിംഗ് സ്ട്രീറ്റ്. ഈ വാക്കിംഗ് സ്ട്രീറ്റ് എന്ന് പറഞ്ഞാൽ മെയിൻലി അവിടെ രാത്രിയാണ് ആക്ടിവിറ്റീസ് ഉണ്ടാകുന്നത്. ആക്ടിവിറ്റീസ് ഇൻ ദ മീൻസ് കുറേ പബ്ബുകളും അതേമാതിരി ക്ലബ്ബ്, അതാണ് അവിടുത്തെ മെയിൻ സംഭവം. അതേപോലെ റോഡിൽ ഡാൻസ് കളിക്കുന്ന പോലെ നമുക്ക് കാണാൻ പറ്റും, അതേപോലെ പാട്ട് പാടുന്നവരുണ്ടാവും, അങ്ങനത്തെ പല ടൈപ്പ്. അതേപോലെ അതൊരു ബിസി സ്ട്രീറ്റാണ് രാത്രി ആയി കഴിഞ്ഞാൽ. പിന്നെ പല രാജ്യത്തു നിന്നുള്ള പല രീതിയിലുള്ള ആളുകളുണ്ടാവും. നമ്മളെ സംബന്ധിച്ച് ഇതൊരു പുതിയൊരു എക്സ്പീരിയൻസ് ആണ്. ഇങ്ങനെ ഇതൊന്നും നമ്മളെ നാട്ടിലില്ലാത്തത് കൊണ്ട് നമുക്കിത് കാണുമ്പോൾ ഒരു അത്ഭുതം, ഒരു കൗതുകമൊക്കെയാണ്. പിന്നെ നമ്മൾ നേരെ റൂമിലേക്ക് പോയി നാളെയാണ് പുക്കറ്റ് ഫുള്ള് കാണാൻ പോകുന്നത്.